വിതുരൻ ധൃതരാഷ്ട്രരോട് പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മഹാരാജാവേ, അങ്ങിപ്പോൾ ദുഃഖത്തോടെ ഇങ്ങനെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടിയിട്ട് എന്താണ് കാര്യം? ചൂതുകളിയിൽ ദ്രൗപദിയെ പണയപ്പെടുത്തി പാണ്ഡവർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ദ്രൗപദിയെ സഭയിൽ വെച്ച് അപമാനിച്ചപ്പോൾ അതിൽ നിന്നും ദുര്യോധനനെ പിന്മാറ്റുവാൻ ഞാൻ അങ്ങയോട് പറഞ്ഞതല്ലേ? അന്ന് അങ്ങത് ചെവിക്കൊണ്ടില്ല. സൂക്ഷ്മമായ ധർമ്മത്തെ മുൻനിർത്തി പാണ്ഡവരോട് എല്ലാ അർത്ഥത്തിലും സഹകരിച്ചു പോയിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും വിഷമങ്ങൾ അങ്ങയ്ക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? ദുഷ്ടന്മാരോട് ചേർന്ന് നിൽക്കുന്നത് ആപത്താണ്. സജ്ജനങ്ങളോട് ചേർന്നു നിന്നാൽ പുത്രപൗത്രന്മാർ വഴി ദീർഘകാലം സൗഭാഗ്യം നിലനിൽക്കും. ഈ വൈകിയ വേളയിലെങ്കിലും അങ്ങ് ബുദ്ധിപൂർവം കാര്യങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കുക. ശത്രുതകൾ വെടിഞ്ഞ് കൗരവരും പാണ്ഡവരും ഒന്നുപോലെ ജീവിക്കട്ടെ. നമ്മുടെ വംശത്തിന് അതെത്ര ബലവും സന്തോഷവും നൽകുന്നതായിരിക്കും. അങ്ങനെ അവർ ഒരേ മനസ്സായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വിതുരർ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി.